ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് റാലികളിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ റാലികളിലും നടന്ന് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട്: ഈ തിരഞ്ഞെടുപ്പോടുകൂടി ഞങ്ങൾ RSSന്റെ അക്കൗണ്ട് പൂട്ടിക്കും. പൂട്ടില്ലടാ, പൂട്ടിയില്ലേ? നോക്കൂ, നിങ്ങൾ കേരളത്തിൽ ഏത് പാർട്ടിയിലാണ് ജനാധിപത്യം ഉള്ളത്? ഇപ്പം ഞങ്ങളുടെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ഒരു സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാരാണ്. ഏത് പാർട്ടിയിലുണ്ട് ഈ തെരഞ്ഞെടുപ്പ്? CPIMന്റെ സമ്മേളനം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് മാത്രമല്ല. കഴിഞ്ഞ 3 വർഷമാണ് CPIMന്റെ ഒരു കമ്മിറ്റിയുടെ കാലാവധി. പ്രാവശ്യം 4 കാരണം എന്താ? കോവിഡ് വന്നതുകൊണ്ടാണ്. വലിയ പ്രകൃതി ദുരന്തങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവാത്ത നാളുകളിൽ കൃത്യമായി 3 വർഷത്തിൽ സമ്മേളന നടപടിക്രമങ്ങൾ ആരംഭിക്കുന്ന ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്നാണ്. വേറെ ഏത് പാർട്ടിക്കായി ഇത് പറയാൻ പറ്റുക? കോൺഗ്രസിൽ തിരഞ്ഞെടുപ്പുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും കേട്ടിരിക്കണം തിരഞ്ഞെടുപ്പ്? ഇന്ന് ഏറ്റവും അവസാനത്തെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിന് സാക്ഷിയായ ആളാണ് ഞാൻ പല സ്ഥലത്തും പ്രസംഗിച്ചിട്ടുണ്ട്, പലരും കേട്ടിട്ടുണ്ടാവും. SFIയുടെ ജില്ലാ ഭാരവാഹിയാണ് അന്ന് CPIMന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുക. അവിടെ പുറത്തൊരു മേശ ഉണ്ടായി, നിറച്ച് പത്രങ്ങളുണ്ടോ, പത്രങ്ങളൊക്കെ എടുത്ത് വായിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ കണ്ട് നൂലാധാരമില്ലാത്ത ഒരാൾ മണ്ടിപ്പാഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ കണ്ടുവരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇയാൾക്ക് പിരാന്തിരിക്കും. അപ്പം ഞങ്ങളെല്ലാവരും കൂടി പിടിച്ചിട്ട് ആ ഒരു ബെഞ്ചുണ്ട്, അതിമ പിടിച്ച് അവിടെ എത്തി, നിങ്ങൾ ഇവിടെ ഇരിക്കും. അപ്പം അതിൻ്റെ വൈത്താലെ കുറച്ച് ആൾക്കാർ പകുതി വസ്ത്രവും പകുതി വസ്ത്രം ഇല്ലാതെയും വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവരെയും തടുത്തു. ഇതെന്താ സംഭവം? ഞങ്ങൾക്ക് അയാളെ കിട്ടണം, ഏത് നൂലാധാരമില്ലാത്ത ആളെ കിട്ടണം. അപ്പം ഞങ്ങൾ ചോദിച്ചു അതെന്തിനാ? അയാൾക്ക് പിരാന്തല്ലേ? അയാൾക്ക് പിരാന്തല്ല, അയാൾ കോൺഗ്രസിൻ്റെ റിട്ടേണിംഗ് ഓഫീസറാണ്. തെരഞ്ഞെടുപ്പ് നടത്താൻ വന്ന റിട്ടേണിംഗ് ഓഫീസർ നൂൽ തുണി അയാളെ മേത്തില്ല. ഇതാണ് കോൺഗ്രസിൻ്റെ ജനാധിപത്യം. ആ കാലത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, കേരളത്തിൽ മുഴുവൻ ക്രമസമാധാന പ്രശ്നം അന്ന് നിർത്തിയതാണ് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ സുധാകരൻ, VD സതീശൻ തുടങ്ങിയിട്ടുള്ള അഭിനവ നേതാക്കന്മാർ ഇരിക്കുന്നുണ്ട്. ഒരാളെയും തിരഞ്ഞെടുത്തതല്ലേ, തിരഞ്ഞെടുത്ത ഭൂരിപക്ഷം കിട്ടൂല. ഒരാൾ തെരഞ്ഞെടുപ്പിലൂടെ വന്ന ഒരാൾ കോൺഗ്രസിലുണ്ടോ? ഒരാളുമില്ല. BJPയിലോ K സുരേന്ദ്രൻ തിരഞ്ഞെടുത്ത് വന്നതാ. ആരാ സുരേന്ദ്രനെ തിരഞ്ഞെടുത്തത്? BJPക്കാർ പറയട്ടെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന BJPൻ്റെ ആൾക്കാരെ പറയട്ടെ, സുരേന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അല്ല, അഖിലേന്ത്യാ കമ്മിറ്റി പറഞ്ഞു സുരേന്ദ്രൻ പ്രസിഡന്റ്. സുരേന്ദ്രൻ ആയിക്കോട്ടെ. ഇപ്പോൾ ഒരാൾ പ്രസിഡന്റ് ആവാൻ വേണ്ടി നടക്കുന്നുണ്ട്, അയാളെ പേര് സുരേഷ് ഗോപി എന്നാണ്. മൂപ്പര് ഡയലോഗൊക്കെ അടിക്കുന്നത് റിഹേഴ്സൽ പീരീഡിലാണ്, തയ്യാറെടുപ്പിലാണ്. അതുവരെ സുരേന്ദ്രൻ തുടരട്ടെ എന്നാണ് ഇപ്പം തീരുമാനിച്ചതെന്നാണ് ഇവരെ കേന്ദ്രങ്ങളിൽ നിന്ന് കേൾക്കുന്നത്. എന്തോ നടക്കട്ടെ, ഒരാൾ പോലും തിരഞ്ഞെടുക്കപ്പെട്ടതില്ല. ലീഗിൻ്റെ പിന്നെ ഞാൻ പറയണം, എല്ലാവരും കൂടി ഇങ്ങോട്ട് കൂടും, അൽഫാത്തിയ ലീഗിൻ്റെ പ്രസിഡന്റായി. പരിപാടി ഇതല്ലേ പാർട്ടികളൊക്കെ? കേരള തെരഞ്ഞെടുപ്പ് നടത്തി സംഘടനാ ഭാരവാഹികളെ നിശ്ചയിക്കുന്ന ഒരു പാർട്ടിയെ കേരളത്തിൽ വിളിക്കുന്ന പാർട്ടി പേരെന്താ? ഏകാധിപത്യ പാർട്ടിന്ന്. CPIM ഏകാധിപത്യ പാർട്ടിയാണ്. എന്തൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ സമ്മേളനത്തിൽ, എന്തൊക്കെ അനുഭവങ്ങൾ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അതൊക്കെ വക്രീകരിച്ച് പത്രമാധ്യമങ്ങൾ കുറേശ്ശെ കൊടുക്കും. പിണറായി വിജയൻ ഗവൺമെന്റിനെതിരായി, പാർട്ടിയുടെ സംഘടനാ ദൗർബല്യങ്ങൾക്കെതിരായി ഒക്കെയുള്ള വലിയ പോരാട്ടം സംഘടനയ്ക്കകത്ത് നടക്കും, ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങൾ നടത്തി 3 വർഷക്കാലത്തേക്ക് ഞങ്ങളുടെ സംഘടനാ ഭാരവാഹികളെ തിരഞ്ഞെടുത്ത് 3 വർഷക്കാലത്തേക്ക് ഈ പാർട്ടി എങ്ങനെ നമ്മുടെ നാട്ടിൽ മുന്നോട്ട് കൊണ്ടുപോകാനാവും എന്നുള്ള പരിപാടി അവതരിപ്പിച്ച് അംഗീകരിച്ച് അതിനടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് CPIM. അതാണ് ഞങ്ങൾ കാണുന്നത്. വർത്തമാനകാലത്തെ രാഷ്ട്രീയമാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. എന്താ രാഷ്ട്രീയം? ആ രാഷ്ട്രീയം തീവ്രമായ വർഗീയത നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്നു എന്നുള്ളതാണ്. ആ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഏറ്റവും നന്നായി എല്ലാ തീവ്രവാദത്തെയും പ്രോത്സാഹിപ്പിക്കുന്നത് മാധ്യമങ്ങളാണ്. വലിയ അളവ് അവർക്ക് അതിൽ പങ്കുണ്ട്. RSS ഒരു മത തീവ്രവാദ പാർട്ടിയാണ് എന്ന് ചങ്കുറപ്പോടുകൂടി പറയാൻ കഴിയുന്ന എത്ര മാധ്യമ പ്രവർത്തകർ ഇന്ത്യ രാജ്യത്തുണ്ട്? ആരാ ഉള്ളത്? പറയൂ. NDF-നെ പറയുന്ന അതേ ഭാഷയിൽ SDPI പറയുന്നത് പോലെ RSS മത തീവ്രവാദ സംഘടനയാണ്. മതതീവ്രവാദ സംഘടനയിൽ RSS ഇന്ത്യ രാജ്യത്ത് നടന്ന വർഗീയ കലാപങ്ങളുടെ ചരിത്രം നിങ്ങളെടുക്കുക.
ആ വർഗീയ കലാപങ്ങളിൽ, എല്ലാ വർഗീയ കലാപങ്ങളിലും ഒരു പക്ഷത്ത് RSS ഉണ്ട്. RSS ഇല്ലാത്ത വർഗീയ കലാപം ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു മണ്ണിൽ നടന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത്? എന്നാൽ RSS തീവ്ര മതവർഗീയ പാർട്ടിയാണ് എന്ന് ചങ്കുറപ്പോടുകൂടി മാധ്യമങ്ങളിൽ വന്ന് പറയാൻ കഴിയുന്ന ആരുമില്ല. ഈ ഗവൺമെന്റിന്റെ നയങ്ങളെ വിമർശിക്കുന്ന ആളുകളുണ്ടോ? വിനീത വിധേയന്മാരായി നിൽക്കുന്നു. മാതൃഭൂമി പത്രങ്ങൾ വായിച്ചു നോക്കാം. മാതൃഭൂമി പത്രത്തിൽ ഇന്നലത്തെ മിനിയാത്ത എഡിറ്റോറിയൽ വായിച്ചാൽ ഏറ്റവും ഗംഭീരമായ ഭരണമാണ് ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത് നമുക്ക് തോന്നുന്നു. അതിനെ വക്രീകരിക്കാനാണ് പരിശ്രമിക്കുന്നത്. നല്ലത് നടപ്പാക്കുന്ന ഗവൺമെന്റിനെ വക്രീകരിക്കാനും കെട്ടത് നടപ്പാക്കുന്ന ഗവൺമെന്റിനെ പർവ്വതീകരിക്കാനുമാണ് അവർ പരിശ്രമിക്കുന്നത്. അതിനെയാണ് അവർ പരസ്യപ്പെടുത്തുന്നത്. ഇന്ത്യ രാജ്യത്ത് BJPയുടെ RSSന്റെ ഗവൺമെന്റിന്റെ നിലപാടെന്താ? ഏതെങ്കിലും ഒരു കാര്യം ഒരു നടപ്പാക്കിയോ? ഹിന്ദുക്കളെ നന്നാക്കാൻ നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കൾക്ക് ഒരു തോന്നലുണ്ട്. ഇപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് ഒരു തോന്നലുണ്ട്. എന്താ തോന്നല്? എന്തോ ഒന്ന് ബലപ്പെട്ടിട്ടുണ്ട് നരേന്ദ്രമോദി വന്നപ്പോൾ. എന്ത് വില? എങ്ങനെ ബലപ്പെട്ടത്? നമ്മുടെ ജീവിതത്തെ ഈ ഗവൺമെന്റ് എങ്ങനെയാണ് സഹായിച്ചത്? വസ്തുതാപരമായി പരിശോധിക്കുക. വികാരം വിട്. മുസ്ലിമാണ് ശത്രു, ക്രിസ്ത്യനാണ് ശത്രു എന്നത് മാറ്റി നിർത്ത്. അത് നമുക്ക് നോക്കാം. ശത്രുവാണോ, ബന്ധുവാണോ, ശത്രുവാണോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. അത് മാറ്റി നിർത്തി കഴിഞ്ഞ 2014 മുതൽ 2021 ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വരെയുള്ള കാലയളവിൽ നരേന്ദ്രമോദി ഹിന്ദുക്കൾക്ക് വേണ്ടി, ഞാൻ മുസ്ലിമിനെ മാറ്റി നിർത്തുന്നു, ക്രിസ്ത്യാനിയെ മാറ്റി നിർത്തുന്നു, കമ്മ്യൂണിസ്റ്റുകാരെ മാറ്റി നിർത്തുന്നു, ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്ക് എന്ത് നേട്ടമുണ്ടായി? നിങ്ങൾ വാങ്ങുന്ന സാധനങ്ങളുടെ വില കുറഞ്ഞോ? പീടിക പോയി ഒരു സാധനം വാങ്ങി, 5 കിലോ അരി വാങ്ങി, അരിയുടെ വില കുറഞ്ഞോ? 2014 നിങ്ങൾ വാങ്ങുന്ന സാധനത്തെക്കാൾ വില കുറവാണോ 2021? അതോ കൂടിയോ? ഇതല്ലേ ഇന്ത്യങ്ങളെയും പ്രശ്നം. ശത്രു നമുക്ക് കണ്ടെത്താം, ശത്രുക്കളെ നമുക്ക് നിഷ്കാസനം ചെയ്യാം, അതിലൊന്നും തർക്കമില്ല. പക്ഷെ പ്രശ്നം എന്താ? 2014 1 ലിറ്റർ പെട്രോളിന് നമ്മൾ കൊടുത്ത വിലയാണോ 2021 കൊടുക്കുന്നത്? RSSകാരൻ കൊടുക്കുന്നത്, കമ്മ്യൂണിസ്റ്റുകാരൻ കൊടുക്കുന്നത്, കോൺഗ്രസ്സുകാരൻ കൊടുക്കുന്നത്, ഇതിലൊന്നും വിശ്വസിക്കാത്തവർ കൊടുക്കുന്നു. 2014 കൊടുത്തതിനെക്കാട്ടി 20 ഉറുപ്പ്യ കുറവാണ് പെട്രോളിനും ഡീസലിനും. അച്ഛാ ദിൻ ആകെയാ, നല്ല ദിനങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണോ നിങ്ങളുടെ അനുഭവം? എൻ്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും RSS BJPക്കാരൻ്റെ അനുഭവം? ഇനി പോട്ടെ, അവിടെ നമ്മൾ ഒരു ഹിന്ദു പെട്രോൾ പമ്പ് പോയി ബൈക്ക് ഓടിച്ചു തന്ന്, അല്ലെങ്കിൽ കാർ ഓടിച്ചു തന്ന്, അല്ലെങ്കിൽ ലോറി ഓടിച്ചു തന്ന്, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിച്ചു തന്ന്. ഈ ഓട്ടോറിക്ഷ ഉണ്ടാവില്ല, RSSന്റെ സിമ്പലൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ പല ആൾക്കാർ ഓടിക്കുക. നരേന്ദ്രമോദിയുടെ ചിത്രം അതൊക്കെ വെച്ചിട്ടാണ് ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. RSSന്റെ ഓട്ടോറിക്ഷയൊക്കെ അങ്ങനെയാണ്. ആ ഓട്ടോറിക്ഷ കൊണ്ടേ പമ്പിൽ കൊണ്ടേ നിർത്തിയാൽ വില കുറച്ച് കിട്ടും. 2014 1 ലിറ്റർ പെട്രോളിന്റെ വില 52 രൂപയും 1 ലിറ്റർ പെട്രോൾ ഡീസലിന്റെ വില 42 രൂപയും. 2021 ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദി തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. 97 രൂപ ഡീസലിന് കൊടുക്കണം, 103 രൂപ പെട്രോളിന് കൊടുക്കണം ആണെന്നാണ് എൻ്റെ വിശ്വാസം. എത്ര ഇരട്ടിയ വർധനവ്? ഹിന്ദുവിന് കുറവുണ്ടാ? ഞാൻ ഹിന്ദുവാണ്, വലിയ പൊട്ടും തൊട്ടിട്ട് പെട്രോൾ നല്ലോണം സ്റ്റാർട്ടാക്കിയിട്ട് ഹിന്ദുവാണ്, അപ്പോൾ ആ കോയിലും വെച്ചാണ്ട് ഇന്ന് 50 കൊണ്ടേക്കോന്ന് പറയോ? എന്നാ തിരക്കടില്ല, എന്നാൽ ഹിന്ദുവിനൊരു കനം വന്നിട്ടുണ്ട് എന്ന് നമുക്ക് വെക്കാം. അല്ല അങ്ങനെ കരുതുക. ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ വില പറഞ്ഞു. പാചകവാതക ഗ്യാസ് ഇല്ലേ, എത്ര ഇപ്പോൾ വില? എത്രയാ? സ്വയം ചോദിക്ക്. 940 എന്ന് പറയണ്ടോ? ഇപ്പം അംഗീകരിക്കാൻ പറ്റുമോ? എന്നായിക്കോട്ടെ, 940 കൂട്ടാം നമുക്ക്. അതിൻ്റെ വരവും പോക്കും കൂടി കൂട്ടിയാൽ എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് 1150 ഉറുപ്പെങ്കിലും മിനിമം ചിലവാകും. രണ്ടാം UPA ഗവൺമെന്റിന്റെ അവസാന നാളിൽ 325 ഉറുപ്പ്യക്ക് കിട്ടിയിരുന്ന ഗ്യാസും കുറ്റിന്റെ വില 1000 രൂപയിൽ കൂടുതൽ കൊടുക്കണം 2021 എന്നതാണ് ഹിന്ദുവിന്റെ കനം വർദ്ധിപ്പിക്കുന്നതെങ്കിൽ ആ കനം ആരുടെ കനമാണ് എന്ന് തിരിച്ചറിയണം നാട്. ഇതല്ലേ പ്രശ്നം? ഇതല്ലാത്ത വിഷയമുണ്ടോ? 45 കോടി വീട്ടമ്മമാരുണ്ടാവും ഇന്ത്യ രാജ്യത്ത്, ഹിന്ദു വീട്ടമ്മമാരുണ്ട്. ആ ഹിന്ദു വീട്ടമ്മമാരാണ് അടുക്കളയുടെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നത്. ആ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ഹിന്ദു വീട്ടമ്മമാർ ആലോചിക്കണ്ടേ? 2014 325 ഉറുപ്പ്യണ്ടായിരുന്ന ഗ്യാസും കുറ്റിന്റെ വില 2021 1150 രൂപയാക്കിയാൽ എങ്ങനെ ഹിന്ദുവിന്റെ കനം കൂടും?
ഇതല്ലേ സ്ഥിതി നാട്ടില്? എല്ലാ സംവിധാനങ്ങളും വിറ്റഴിക്കുന്നു. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വിശദാംശങ്ങളിലേക്ക് പോകണം. ഇപ്പോൾ അടുത്ത ദിവസം വിറ്റഴിച്ചതാണ് എയർ ഇന്ത്യ. ആർക്കാ കൊടുത്തത്? ടാറ്റയ്ക്ക്. എന്താ മനോരമയും മാതൃഭൂമി എഴുതിയത്? 67 കൊല്ലക്കാലത്തിന് ശേഷം ഇതാ സ്വന്തം തറവാട്ടിലേക്ക് ടാറ്റയുടെ തറവാട്ടിലേക്ക് എയർ ഇന്ത്യ തിരിച്ചു പോയിരിക്കുന്നു. പെരെ കുത്തിരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ വിചാരിക്കും വിരുന്ന് തിരിച്ചു പോയതാണ്, അല്ലെ കാണാതായ പോയ കുട്ടീനെ വീണ്ടും കിട്ടിയതാണ്. ഇന്ന് തിരിച്ചത് 18,700 കോടി രൂപ വില നിശ്ചയിച്ച് 10,000 കോടി രൂപ ആസ്തിയുള്ള കമ്പനിയെ വെറും 2,700 കോടി രൂപയ്ക്ക് ടാറ്റയുടെ കാൽക്കൽ കൊണ്ടുപോയി ദാനം ചെയ്ത ദേശവിരുദ്ധ ശക്തികളാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് പറയാനുള്ള ആർജവം എന്തേ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഇല്ലാതെ പോയത്? എന്തുകൊണ്ടാണ് ഇല്ലാതെ പോയത്? എന്റെയും നിങ്ങളുടെയും സമ്പത്താണ്. ഞാനും നിങ്ങളും തെരുവിൽ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൽ നികുതി നൽകിയ 10,000 കോടി രൂപയാണ് ഈ മുതലാളിയുടെ കാൽക്കൽ കൊണ്ടുപോയി വെച്ചത്, ദാനം കൊടുത്തത് ഈ ഗവൺമെന്റ് എന്ന് പറയാൻ എന്തേ ആർജവമില്ലാതെ പോയത് ഈ നാട്ടിലെ മാധ്യമങ്ങൾക്ക്? അതല്ലേ പ്രശ്നം? എല്ലാം വിറ്റ് തുലയ്ക്കാണ്. തിരുവനന്തപുരം വിമാനത്താവളം ആരാ ഭൂമി കൊടുത്തത്? കേരളം. എത്ര റുപ്യക്കാ ഭൂമി? 1 രൂപയ്ക്ക്. എത്ര ഏക്കറാ ഭൂമി? 100 കണക്കിന് ഏക്കർ ഭൂമി. ആർക്കാ കൊടുത്തത്? കേന്ദ്ര ഗവൺമെന്റിന്. ആ വിമാനത്താവളം അംബാനിക്ക് കൊടുക്കുമ്പോ 1000 തവണ കേരള ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾക്ക് തരൂ, ഞങ്ങളെടുക്കാം. നിങ്ങൾ വിറ്റുതുലയ്ക്കുകയാണ്, ഇത് കേരളത്തിന്റെ സമ്പത്താണ്, ഞങ്ങൾക്ക് അതിന് അവകാശമുണ്ട് എന്ന് കേരളം പറഞ്ഞപ്പോ ആ കേരളത്തിന് തരാതെ കേരളത്തിന്റെ ഭൂമി വിഹിതം ഉൾപ്പെടെ അംബാനിയുടെ കാൽക്കൽ കൊണ്ടുപോയി വെച്ച ഗവൺമെന്റാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. ആരാ ദേശദ്രോഹി? ആരാ രാജ്യസ്നേഹി? പണ്ട് RSSകാർക്ക് ഒരു സാധനം ഉണ്ട്, സ്വദേശി ജാഗരൺ മഞ്ച്. ഇപ്പൊ RSS അതൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. വിദേശി ജാഗരൺ മഞ്ചാണ് ഇപ്പോ. സ്വദേശി വിട്ടോ. ഇപ്പൊ RSS പറയണ വിദേശി ജാഗരൺ മഞ്ച്. സായിപ്പിനെ കാണൂ, സല്യൂട്ട് അടിക്കൂ. പണ്ട് RSS പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വാങ്ങണം, നിങ്ങൾ ഉപയോഗിക്കണം. ഇതേ ഉപയോഗിക്കാൻ പാടും. കാരണം ദേശീയ സോഷ്യലിസം അതാണ് അവർ പ്രഖ്യാപിച്ചത്. ഇപ്പൊ എവിടെയാ? എല്ലാം വിറ്റ് തുലയ്ക്കല്ലേ. ആർക്കാ കൊടുക്കുന്നത്? കോർപ്പറേറ്റ് മുതലാളിമാർക്ക്, സമ്പന്ന മുതലാളിമാർക്ക്, പാവപ്പെട്ടവനല്ല. കോവിഡ് മൂലം 10,000 ലക്ഷക്കണക്കിന് ആൾ രാജ്യത്ത് പൊറുതിമുട്ടിയില്ലേ? മരുന്ന് കൊടുക്കാൻ കഴിഞ്ഞു. മരുന്ന് സൗജന്യമായി കൊടുക്കാൻ പറ്റിയില്ല. സൗജന്യ ചികിത്സ കൊടുക്കണം, കൊടുത്തോ? ആർക്കെങ്കിലും സൗജന്യ ചികിത്സ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് കൊടുക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല എന്ന് പറഞ്ഞ ഗവൺമെന്റാണ്. സൗജന്യ വാക്സിനേഷൻ നൽകണം, കൊടുത്തോ? കൊടുക്കാൻ തയ്യാറല്ല ആദ്യഘട്ടത്തിൽ. പിന്നെ സുപ്രീം കോടതി ഇടപെട്ടാ പറഞ്ഞത് സൗജന്യ വാക്സിനേഷൻ നൽകണം, എന്നിട്ടാ കൊടുത്തത്. ആ ഗവൺമെന്റാണ് ഇന്ത്യ രാജ്യത്തിന്റെ സമ്പത്ത് സമ്പന്ന മുതലാളിമാരുടെ കാൽക്കൽ കൊണ്ടുപോയി വെക്കുന്ന നയസമീപനങ്ങൾ എടുക്കുന്നത്. ആ നിലപാട് രാജ്യത്ത് തുടരുന്നത്. ആ രാജ്യത്ത് തുടരുമ്പോൾ ആരെ തമ്മിലടിപ്പിക്കണം? രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കണം. രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാനാണ് ഹിന്ദു മുസ്ലിം എന്ന് പറയുന്നത്. ആ ഹിന്ദു മുസ്ലിമായി രാജ്യം ഭിന്നിച്ചു നിന്നാലേ ആ രാജ്യത്തെ കുഴപ്പത്തെ ചാടിച്ച് ഇവർക്ക് ഈ സമ്പത്ത് വിറ്റഴിക്കാൻ പറ്റുള്ളൂ. എല്ലാം വിറ്റ് തുലയ്ക്കാണ്. ഇപ്പൊ കരിപ്പൂർ വിമാനത്താവളം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എല്ലാ നാഷണൽ ഹൈവേകളും വിറ്റ് തുലയ്ക്കാണ്. എല്ലാ മുതലാളിമാർക്ക് നൽകുകയാണ്. ആ മുതലാളിത്വത്തിന് പാദസേവ ചെയ്യുന്നു. നാട്ടിലെ പാവപ്പെട്ടവന്റെ സമ്പത്തെടുത്ത് ഇപ്പൊ കർഷകർ സമരം നടത്തിയില്ലേ? കർഷകരിൽ ആരാ ഭൂരിപക്ഷം? നിങ്ങൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കും. BJP RSS ചെയ്യുന്ന അതല്ലേ? എല്ലാം മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധിക്കുന്നത്. കർഷക സമരം മതത്തിലെടുക്കുക. മതത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ സമരം ചെയ്ത കർഷകരാരാ? 99.9% ഹിന്ദു. എന്റെ ഒരു ഹിന്ദു ഭരണം ഇന്ത്യ രാജ്യത്ത് വന്നിട്ട് മഹാഭൂരിപക്ഷം വരുന്ന കർഷകരിൽ സമ്പന്ന കർഷകരായ 99.9% വരുന്ന ഹിന്ദുക്കൾ തെരുവിലിറങ്ങി നിന്നത് എന്തുകൊണ്ട് ഇറങ്ങി നിന്നത്? ആ സമ്പന്ന ഹിന്ദുവിന് മനസ്സിലായി തന്റെ ഭൂമി കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ദാനം ചെയ്യാൻ ഈ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. 3 നിയമങ്ങളാണ് പാസ്സാക്കിയത്. കണ്ണടച്ച് പാസ്സാക്കാണ്, ചർച്ചയൊന്നുമില്ല. ഒരു ബാറോലേറ്റ് വരും, പാർലമെന്റിൽ വായിക്കും, നിയമമായി പോയി. അതാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. എന്ത് നിയമമായി ഇത്? VN രമണ എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്താ പറഞ്ഞത്? എന്ത് നിയമമായി ഇത്? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ആ നിയമങ്ങൾ പാസ്സാക്കണം. ആ പാസ്സാക്കിയ നിയമത്തിനെതിരെയാണ് കർഷകർ സമരം ചെയ്തത്. ആ കർഷക സമരം നമ്മൾ കണ്ടില്ലേ? 1-2 ദിവസമല്ല സമരം ചെയ്തത്, 1 വർഷം. ഈ കഴിഞ്ഞ നവംബർ മാസം 26-ാം തീയതി 1 വർഷക്കാലം പൂർത്തിയായ സമരം. എവിടെയായി സമരം നമ്മൾ കണ്ടത്? നമ്മുടെ ചരിത്രത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നാൾ വഴികളിലാണ്
ഈ കർഷക സമരത്തിന്റെ ഒരു പിന്തുടർച്ച നമ്മൾ കണ്ടുപോകേണ്ടത് സ്വാതന്ത്ര്യ സമരത്തിന്റെ വഴികളിലാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ നാളുകളിലാണ് ജീവിതം സമർപ്പിച്ചത്. ആ സമർപ്പണമാണ് 2021 കർഷക സമരത്തിൽ നമ്മൾ കണ്ടത്. ഈ ബില്ല് പിൻവലിച്ചേ ഞങ്ങൾ പിരിഞ്ഞു പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞു നോക്കി ഗവൺമെന്റ്. ഖാലിസ്ഥാൻ തീവ്രവാദികൾ, കാരണം പഞ്ചാബിൽ നിന്നുള്ള കർഷകരാ കൂടുതൽ. അപ്പൊ പറഞ്ഞു ഒരു ഖാലിസ്ഥാൻ തീവ്രവാദികളാണ്. പിന്നെ പറഞ്ഞു രാജ്യദ്രോഹികളാണ്, 124A വകുപ്പെടുത്ത് ശിക്ഷിക്കണം, രാജ്യത്തിനെതിരായി സംസാരിക്കുന്നു. കർഷകരുടെ സമരരംഗത്തേക്ക് ട്രാക്ടർ ഇടിച്ചു കയറ്റി കർഷകരെ കൊന്നൊടുക്കി. ലിങ്കിപ്പൂരിൽ, ഉത്തർപ്രദേശിൽ ലിങ്കിപ്പൂരിൽ 4 കർഷകരെയാണ് കൊന്നൊടുക്കിയത്. ഒട്ടനവധി പേർക്ക് പരിക്ക് പറ്റി. ഭീകരമായ വീഴ്ച. 600ഓളം വരുന്ന കർഷകർ രക്തസാക്ഷികളായി. സമരരംഗത്ത് നിന്ന് പിന്മാറിയോ? സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ച സർക്കാരിനോട് പറഞ്ഞു, സർക്കാരിന്റെ ഒരു അത്താശയും ഞങ്ങൾക്ക് വേണ്ട, ഒറ്റ കാര്യം നിങ്ങൾ പറയേണ്ടതുള്ളൂ, ഈ ബില്ല് ഞങ്ങൾ പിൻവലിക്കുമെന്ന് പറഞ്ഞാൽ പോരാ, പിൻവലിച്ചിരിക്കണം, അതുമാത്രമേ ഒത്തുതീർപ്പുള്ളൂ. അപ്പൊ സർക്കാർ പറഞ്ഞു, ഞങ്ങൾ ചില ഭേദഗതികൾ കൊണ്ടുവരാം, നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ചില ഒന്നും ഞങ്ങൾക്ക് മറുത്തൊന്നും പറയാനില്ല. സർക്കാർ പറഞ്ഞു, എന്നാൽ ചായ കുടിച്ചിട്ട് പോവാം. അങ്ങനെയാണ് സമരം ഉണ്ടായാൽ അപ്പൊ ചർച്ചയ്ക്ക് വിളിക്കും, ഒരു കട്ടൻ ചായ 2 ബിസ്ക്കറ്റും ഉണ്ടാവും. 2 കട്ടൻ ചായ ബിസ്ക്കറ്റും കുടിച്ചാൽ നമ്മളൊന്ന് സോഫ്റ്റ് ആവും, പിന്നീട് തീരുമാനം മതി. മനസ്സിലായ? അതേപോലെ ചർച്ചയ്ക്ക് വിളിച്ചു, ചായ കുടിച്ചോ? എന്താ കർഷകർ പറഞ്ഞു, ഒരു തുള്ളി വെള്ളം വേണ്ട, ഒരു തുള്ളി വെള്ളം ഞങ്ങൾക്ക് വേണ്ട. കർഷക മക്കളുടെ വെള്ളം കുപ്പിയിലാക്കി തന്ന വെള്ളമുണ്ട് ഞങ്ങളുടെ കയ്യിൽ, അത് കുടിക്കും ഞങ്ങൾ. ഈ ഗവൺമെന്റിൻ്റെത് വേണ്ട, ഈ ഗവൺമെന്റിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഒരു തുള്ളി വെള്ളം കുടിച്ചില്ല, ഒരു വറ്റ് തിന്നില്ല. അവർ പറഞ്ഞു നിയമം പിൻവലിക്കാൻ തയ്യാറായോ? നിങ്ങൾ നോക്ക്, ആ സമരം ആളിപ്പടർന്നു. ആ സമരം ആളിപ്പടർന്ന് കർഷകർ പറഞ്ഞിടത്ത് RSSനും BJPക്കും എത്തേണ്ടി വന്നു. ഒരു സുപ്രഭാതത്തിൽ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു, ഞങ്ങൾ ഇത് പിൻവലിക്കുന്നു. അത് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും കർഷകർ സമരം പിൻവലിച്ചില്ല. എന്താ കർഷകർ പറഞ്ഞത്? നിങ്ങൾ പിൻവലിക്ക്, എന്നിട്ട് ഞങ്ങൾ ബില്ല് പിൻവലിക്കുക, എന്നിട്ട് ഞങ്ങൾ സമരം പിൻവലിക്കും. പാർലമെന്റിനകത്ത് ബില്ല് കൊണ്ടുവന്നു. പിൻവലിച്ചതിന് ശേഷമാണ് സമരഭൂമികളിൽ നിന്ന് 10,000 വരുന്ന കർഷകർ ആ സമരഭൂമി വിട്ടുപോയത്. ആ സമരത്തിന്റെ രൂപം നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ സമരത്തിന്റെ കൈകളിലേന്തിയിരുന്ന, സമരരംഗത്ത് കർഷകർ കൈകളിലേന്തിയിരുന്ന കൊടിയുടെ അടയാളം ചുവപ്പാണ്. രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, 10 വീണുപോകുന്നവന്, കഷ്ടപ്പെടുന്നവന്, ദുരിതം അനുഭവിക്കുന്നവന്റെ മുകളിൽ പാറാൻ പറ്റിയ കൊടിയുടെ നിറം ചുവപ്പാണ്. ആ ചുവപ്പാണ് രാജ്യത്തുനിന്ന് പ്രത്യാശയുടെ നിറമായി മാറിയിരിക്കുന്നത്. അതാ സമരത്തിന്റെ പ്രത്യേകത. ഞങ്ങൾക്ക് വലിയ വലുപ്പവും മണ്ണുള്ള സ്ഥലത്തൊന്നുമല്ല ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് ഈ ചുവന്ന പിടിച്ചുകൊണ്ട് 10,000 വരുന്ന കർഷകർ അണിനിരന്നത്. ഞങ്ങൾക്ക് സ്വാധീനമില്ലാത്ത പ്രദേശങ്ങളിലാണ്. പക്ഷെ അവിടുത്തെ കർഷകരായ മക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്, മണ്ണിന്റെ മക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ ചുവന്ന കൊടി വേണം ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് 10,000 വരുന്ന മനുഷ്യന്മാർ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചത്. കോൺഗ്രസിന്റെ കൊടി കണ്ട? ആരെങ്കിലും കണ്ട? കോൺഗ്രസ് ഇതിനെ വിറ്റു കാശാക്കാൻ നിന്നതാണ്, ഒറ്റുകൊടുക്കാൻ നിന്നതാണ്. അതാ കർഷക സമരം. നമുക്കറിയില്ലേ, പൗരത്വ ഭേദഗതിക്കെതിരായി നടന്ന സമരം, വലിയ സമരം നടന്നില്ലേ? എന്തിനാ പൗരത്വ ഭേദഗതി കൊണ്ടുവന്നത്? ഈ നാട്ടിൽ ഇന്നലെ വരെ ജീവിച്ചിരുന്ന മുസ്ലിം ജനവിഭാഗത്തെ 2ാം തരം പൗരന്മാരാക്കുക. മുസ്ലിമാണ് ശത്രു. ആ മുസ്ലിമിനെ ശത്രുവായി പ്രഖ്യാപിക്കാൻ 2ാം തരം പൗരന്മാരാക്കി മാറ്റുക. അതിനുവേണ്ടിയ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത്. തീവ്രമായ വർഗീയത. അതാ പറയുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കുറയ്ക്കല്ല, അരിക്ക് വില കുറയ്ക്കല്ല, സാധാരണ സാധനങ്ങൾക്ക് വില കുറയ്ക്കല്ല. എന്താ പറയുക? മതമാണ് പറയുന്നത്. ആ മതമാണ് പറയുന്നത്. മതം പറഞ്ഞുകൊണ്ടാണ് ഭരിക്കുന്നത്. അതാ നാട്ടിൽ ചെയ്തത്. ആ പൗരത്വ ഭേദഗതി നിയമം ഇപ്പോഴും നിലനിൽക്കുകയാണ്, നമ്മുടെ മുന്നിൽ ഭീഷണിയായി. അവിടെ നിൽക്കുന്നുണ്ട്, പിൻവലിച്ചിട്ടില്ല. ഓർഡിനൻസിലൂടെ നടപ്പാക്കിയിട്ടുണ്ട്, ബില്ല് കൊണ്ടുവന്ന് നടപ്പാക്കിയിട്ടുണ്ട്. ഇനി അത് ഇങ്ങനെ നീട്ടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആക്ട് വന്നിട്ടില്ല. നമ്മൾ കണ്ടതല്ലേ? ഇതിനെതിരായ സമരമല്ലേ നമ്മൾ നടത്തേണ്ടത്? എല്ലാവരും ചേരണം. അതാണ് കർഷക സമരം നമുക്ക് നൽകിയ പാഠം. ഒത്തൊരുമിച്ച് നിൽക്കണം. എല്ലാ വിഭാഗങ്ങളിലും പെട്ട മനുഷ്യൻ ഒരുമിച്ച് നിന്നാലേ ഈ ഗവൺമെന്റ് മുട്ടുമടക്കുകയുള്ളൂ. ആ പ്രതിഷേധത്തിന്റെ മുന്നിലെ സർക്കാരിനെ മുട്ടുമടക്കിക്കാൻ കഴിയുള്ളൂ. അതാണ് കർഷക സമരം നമുക്ക് തന്നിട്ടുള്ള പാഠം. അതുകൊണ്ട് ഈ സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരായുള്ള പോരാട്ടം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇതൊക്കെ വല്ല മാധ്യമവും ചർച്ച ചെയ്യുന്നുണ്ട്? എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇത് ചർച്ച ചെയ്യുന്നില്ല. അനുപമ എന്ന് പറയുന്ന അമ്മ, ആ അമ്മയ്ക്ക് കുട്ടി നഷ്ടപ്പെട്ടു.
കുട്ടി നഷ്ടപ്പെട്ട പരാതി കൊടുത്താൽ ആ കുട്ടിയെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഏർപ്പാട്, അതിന് കിട്ടാൻ വേണ്ടിയുള്ള ഏർപ്പാട് ചെയ്യുന്നു. സർക്കാർ എന്താ പറഞ്ഞത്? ഞങ്ങൾ ഈ അമ്മയ്ക്കും ഒപ്പാണ്, അവർക്ക് കുട്ടിയെ തിരിച്ചു കിട്ടണം. എന്താ നമ്മുടെ മാധ്യമങ്ങൾ 1.5 ആഴ്ചക്കാലം മാധ്യമങ്ങളിലൂടെ വിസ്തരിച്ചു കൊണ്ടിരുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും അതേപോലെ തന്നെ ഗവൺമെന്റും അനുപമയ്ക്കും കുട്ടിക്കും എതിരാണ് നിലപാട് സ്വീകരിക്കുന്നു എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതിലുണ്ടായിട്ടുള്ള വളവ് തിരിവുകളിലൊക്കെ ഒന്നും പോയില്ല. സ്ട്രൈറ്റ് ഫോർവേഡ് ആക്രമണമാണ്. CPIM ഗവൺമെന്റ്, CPIM ഗവൺമെന്റ്. സാധാരണ നമ്മുടെ നാട്ടിലെ വീട്ടമ്മമാരൊക്കെ വലിയ പ്രയാസത്തിലായിരുന്നു. എന്തപ്പോൾ ഈ സർക്കാരും ഗവൺമെന്റും ചെയ്യുന്നത്, പാർട്ടിയും ചെയ്യുന്നത്? ഇതൊക്കെ ആലോചിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർ. അത് ആലോചിപ്പിക്കാനുള്ള കുബുദ്ധിയാണ് മാധ്യമങ്ങളുടെ അടുക്കളയിൽ അണിഞ്ഞൊരുങ്ങുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താനാണ് ഇതല്ല അവർ പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന ജനവിരുദ്ധ നയങ്ങളല്ല. എന്താ ഇപ്പൊ നമ്മുടെ നാട്ടിൽ കോവിഡിന്റെ കാലമാണ്, കോവിഡ് കഴിഞ്ഞിട്ടുള്ളൊരു കാലം. ഞാനിപ്പോൾ അർബൻ ബാങ്കിന്റെ ചെയർമാനാണ്. എന്താ നമ്മളോട് കേന്ദ്ര ഗവൺമെന്റ് പറയണത്? പിരിച്ചെടുക്ക്, പൈസ പിരിച്ചെടുക്ക്. എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ വരും. ഇപ്പോൾ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും കുറേ ആൾക്കാർ. വന്ന ആൾക്കാരുണ്ടാവും, വരാത്ത ആൾക്കാരുണ്ടാവും, നാളെ വരാനുള്ള ആൾക്കാരുണ്ടാവും. എല്ലാവരും കൂടിയായിട്ടൊരു മറുപടി ആയല്ലോ. ഇപ്പോൾ നമ്മളോട് എന്താ RBI പറഞ്ഞ എന്താ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞ എന്താ? നിങ്ങൾ പൈസ പിരിച്ചെടുക്ക്. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇത് കോവിഡ് കാലല്ലേ സാർ, ഒരളവ് കൊടുക്കണ്ടേ, പാവങ്ങളല്ലേ. കോവിഡ് ഒന്നും നമുക്ക് ബാധകമല്ല. പണം തരാത്തവന്റെ വീട് ജപ്തി ചെയ്ത് ഏറ്റെടുക്ക്. എന്താ കേരള സർക്കാർ പറയുന്നത്? നേരെ ഓപ്പോസിറ്റാണ്. നിങ്ങൾ ഒരു ജപ്തിക്കും പോവല്ലേ. പാവങ്ങളാണ്, പാവങ്ങളിൽ പാവങ്ങളാണ്. രണ്ട് ഗവൺമെന്റ് തമ്മിലുള്ള വ്യത്യാസം എത്ര വേഗം വായിച്ചെടുക്കാം നമുക്ക്. സഹകരണ ബാങ്കുകളിൽ സംസ്ഥാന സർക്കാരിന്റെ സഹകരണ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകളിൽ സംസ്ഥാന സർക്കാർ പറയുന്നു, പിരിച്ചെടുക്കരുത്, പാവങ്ങളാണ്, പണമില്ല, കുറച്ച് സാവകാശം നൽകൂ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നിർമ്മല സീതാരാമന്റെ ബാങ്ക് എന്താ പറയുന്നത്? പിരിച്ചെടുക്ക്, പിഴിഞ്ഞെടുക്ക്, കഴുത്തിൽ പിടിച്ച് പിരിക്ക്. വ്യത്യാസത. ഞങ്ങളെ കഷ്ടപ്പെട്ടു പോകുന്നു. ഈ പാവങ്ങളിൽ പാവങ്ങളെ എങ്ങനെ സഹായിക്കാൻ പറ്റും? ഇത് നാടിന്റെ അവസ്ഥ. ഇത് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? അപ്പോൾ ഹിന്ദു ഹിന്ദു എന്തു ജന്തുണ്ട്. ഏത് ഹിന്ദു രക്ഷപ്പെട്ട? ഒറ്റ ആളുകൾ വന്ന ഈ ഗവൺമെന്റിന്റെ ഒരു ഗുണം കൊണ്ട് രക്ഷപ്പെട്ട ഒരു ഹിന്ദു? ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനം എന്താ പറഞ്ഞത്? ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാടിപ്പുകഴ്ത്തിയ ഒരു സംസ്ഥാനമാണ് കാശ്മീർ. എന്തിനാ കാശ്മീർ 3 കഷ്ണാക്കിയത്? കാശ്മീർ 3 കഷ്ണാക്കിയത് അവിടെ 67% മുസ്ലിം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അവിടെ വലിയ കലാപങ്ങളുണ്ട്, പട്ടാളത്തെ ആക്രമിക്കുന്നു, വലിയ ആക്രമണങ്ങളുണ്ട്. അത് അവസാനിപ്പിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് ഇടപെടണം. രക്ഷപ്പെട്ടോ? എന്താ ഇപ്പൊ കാശ്മീരിൽ നിന്ന് വാർത്ത? BJP RSSന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിനും കീഴിൽ, അമിത്ഷായുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിനും കീഴിൽ, രാജ്നാഥ് സിംഗിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിനും കീഴിൽ എല്ലാ ഇന്റർനെറ്റ് സൗകര്യങ്ങളും ഒഴിവാക്കി എല്ലാറ്റിനും ഉപാധികൾ ഏർപ്പെടുത്തിയ സംസ്ഥാനത്തെ ഒരു ജയിലാക്കി മാറ്റിയിട്ട് BJP RSSകാരന് ആ സംസ്ഥാനത്ത് സംരക്ഷിക്കാനായോ? ഇതാ പ്രശ്നം. അതിന് കഴിയുന്നില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. ആ സംസ്ഥാനത്തെ സംരക്ഷിച്ചോ? 3 കഷ്ണാക്കി. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ് 2 കഷ്ണം. എത്ര ആളുകളെ പിടിച്ച് ജയിലിലിട്ടത്? അവിടുത്തെ മുഴുവൻ പൊളിറ്റിക്കൽ പാർട്ടി ലീഡർഷിപ്പിന് ജയിലിലിട്ടു. എന്താ പ്രശ്നം? ഇത് മുസ്ലിമാണ്. മുസ്ലിം ഉള്ളത് കൊണ്ടാണ് വർഗീയ കലാപങ്ങൾ ഉണ്ടാവുന്നത്. ഇതാ ഞങ്ങൾ ഇങ്ങനെയാക്കി കഴിഞ്ഞാൽ അവിടെ സ്വസ്ഥമാവും. സ്വസ്ഥമായോ? നിങ്ങൾ മറുപടി പറ. അതിർത്തി സംസ്ഥാനങ്ങൾ പുകയുന്നു നമ്മുടെ നാട്ടിൽ BJP RSS ഭരിക്കുമ്പോൾ. ഇതാ സ്ഥിതി. ഇതിന് മാറ്റം വരണം. മാറ്റം വന്നാലേ രാജ്യം രക്ഷപ്പെടുള്ളൂ. സാധാരണക്കാരന്റെ ഭരണം വേണം. സാധാരണക്കാരന് നീതി കിട്ടണം. അവന്റെ ദുരിതം വരുമ്പോൾ അവന്റെ കൂടെ നിൽക്കണം. അവന്റെ കൂടെ നിന്ന സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിൽ. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരുമിച്ചുണ്ടുണരുന്ന നാട്ടിന്റെ പേര് കേരളം എന്നാണ്. അവിടുത്തെ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയില്ല. കലാപം ഉണ്ടാക്കാൻ നടക്കുന്ന ലീഗൊക്കെ അത് വായിച്ചോട്ടെ. ഇവിടെ മതകലാപം ഉണ്ടാക്കാൻ നടക്കുക. ഇപ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി ഒരു കാര്യം അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്: മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇവരെ വിശ്വസിക്കണില്ല. RSSനെ BJPയെ ഇവിടുത്തെ ഹിന്ദു വിശ്വസിക്കുന്നുണ്ട്. 2016 കിട്ടിയ വോട്ടിംഗ് ശതമാനം 2021 കിട്ടിയോ BJPക്ക്? ഈ ശ്രീധരൻ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ മൂപ്പർക്ക് ഒന്ന് ഗൗരവം കൂടി. ഇപ്പോൾ പ്രസ്ഥാനമൊക്കെ ഇടത്തുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഇല്ലേ മുഖ്യമന്ത്രി? തിരക്കിടില്ല. ഇന്ന് പ്രസ്താവന എടുത്ത് ഇനിയില്ല BJP. മനസ്സിലാവേണ്ടത്, പറഞ്ഞാൽ മനസ്സിലാവേണ്ട ഒരു നല്ല മനുഷ്യനായിരുന്നു.
നല്ല മനുഷ്യൻ കേടുവരാൻ എത്ര എളുപ്പം നന്നാവും? ഈ ഇബിലീസിൻ്റെ കൂടുതൽ കൂടിയാൽ പോരെ, പ്രശ്നം തീർന്നില്ലേ? ഇപ്പം ആരാ മൈൻഡ് ചെയ്യണത്? പണ്ട് ഈ ശ്രീധരൻ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ ഒന്ന് നീച്ചിക്കും. ഇപ്പോൾ ശ്രീധരൻ തിരക്കടി കോലായില്ലേ. ഇപ്പം മൂപ്പർ തന്നെ പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു, ഇതിലൊന്നും എന്ത് നിന്നിട്ട് കാര്യം, നാറിയനെ പോരിയൊന്നും നാറുന്നല്ലാതെ വേറെന്താ? ഇതല്ലേ ഉണ്ടായത്. ആ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2016 കിട്ടിയ വോട്ട് കിട്ടിയോ? 15.67% വോട്ടാണ്. ഇപ്പത്തര 12.6% വോട്ടാണ് കിട്ടിയത്. ഒരു സീറ്റിലാണ് ജയിച്ചത്. നിയമം RSSും ലീഗും UDFും കേൾക്കാൻ ഒരു കാര്യം പറയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് റാലികളിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ റാലികളിലും നടന്ന് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട്: ഈ തിരഞ്ഞെടുപ്പോടുകൂടി ഞങ്ങൾ RSSന്റെ അക്കൗണ്ട് പൂട്ടിക്കും. പൂട്ടില്ലടാ, പൂട്ടിയില്ലേ?